ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പൊ ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ടേ. നമുക്ക് കല്യാണത്തിന് പോയാലോ? ഞാനും അനിയനും കുഞ്ഞുമണിയും കൂടെ ആയിട്ടാണ് കേട്ടോ കല്യാണത്തിന് പോകുന്നത്. 9:45 10:15 ഇടയ്ക്കായിരുന്നു കേട്ടോ മുഹൂർത്തം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും നേരത്തെ ചെല്ലുന്ന സ്വഭാവമാണല്ലോ ഉള്ളത്. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും തന്നെ കല്യാണവും കഴിഞ്ഞ് ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാനും പോയി. പിന്നെ ചെക്കനെ ഫോട്ടോ സെക്ഷൻ നടക്കുമായിരുന്നു കേട്ടോ ഇവിടെ. ചെന്നാൽ ഉടനെ തന്നെ ഫുഡ് കഴിക്കുന്ന ശീലം നല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കുറെ നേരം ഇവിടെ ഇരുന്ന് കേട്ടോ. നമുക്ക് ഇച്ചിരി ഇച്ചിരി മാന്യതയ്ക്കുള്ളതല്ലേ എന്ന് ആൾക്കാർ വിചാരിച്ചോട്ടെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നു കേട്ടോ. എന്തോ ചടങ്ങ് നടക്കായിരുന്നു കേട്ടോ. പെണ്ണും ചെറുക്കനും പാലും പഴവും ഒക്കെ കൊടുക്കായിരുന്നു കേട്ടോ. ആ സമയത്ത് കുഞ്ഞുമണി കസാര കയറി ഇരുന്ന് കല്യാണം കാണട്ടോ. അമ്പലം കണ്ടപ്പോഴത്തേക്ക് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ. പിന്നെ പ്രാർത്ഥിക്കുകയാണെന്ന് വെച്ചപ്പോൾ ചിരിയാണ് കേട്ടോ നിങ്ങളിവിടെ കാണുന്നത്. വന്നപ്പോൾ തന്നെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അറിയാവുന്ന ആൾക്കാരെ കണ്ട് സംസാരിച്ചോണ്ടിരിക്കാൻ കേട്ടോ. അനിയൻ ദേ ഇപ്പുറം ഇരിപ്പുണ്ട് കേട്ടോ. എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണമല്ലോ. അങ്ങനെ ഞാനും കുഞ്ഞുമണി അനിയനും കൂടെ എടുത്ത് ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോസും പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുമായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ പോയി ഗിഫ്റ്റ് ഒക്കെ കൊടുത്തേട്ടോ. അതിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടോ. അപ്പൊ ഒരു പന്തിക്കുള്ള ആൾ ഇരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അവർ ഫുഡ് കഴിച്ച് തീരുന്നിടം വരെ വെയിറ്റ് ചെയ്യണമല്ലോ. അവരിപ്പോ ഇരുന്നതേ ഉള്ളൂ. ചോറ് പോലും വിളമ്പിട്ടില്ല. അങ്ങനെ വിശന്ന് വയറുമായി ഞാൻ അവിടെ ഇരിക്കും. ലേലി എവിടെയോ കല്യാണോ ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊന്നും കഴിക്കാറില്ലല്ലോ. അവിടെ പോയി എന്താണോ അത് വിട്ട് വീഴുക എന്നുള്ള ചിന്തയിലല്ലേ നമ്മൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നപ്പോഴത്തേക്ക് അറിയാവുന്ന കുറച്ച് പേരെ കണ്ടിട്ടോ. അങ്ങനെ അവർ കുഞ്ഞുമണിക്ക് ഒരു പൂവും കൊടുത്ത്. കുഞ്ഞുമണിക്ക് മാത്രമല്ല കേട്ടോ, എനിക്കൊരു പൂ കിട്ടി. ഞങ്ങൾ പൂവൊക്കെ കൊണ്ട് അവരോട് കയറുന്ന വർത്താനം പറയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് കാരണം നമ്മൾ ലാസ്റ്റത്തെ പന്തിക്കാണ് കേട്ടോ ഇരുന്നത്. ലാസ്റ്റത്തെ പന്തി ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ വിശന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുന്നിലേക്ക് ഇലയും തൊടുകറികളും പപ്പടവും ഒക്കെ ഇങ്ങ് എത്തിയിട്ടോ. ഈ കാണുന്ന കൈ കുഞ്ഞുമണിയുടെ ആണ്. അപ്പൊ ഈ കാണുന്നതൊക്കെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളാണ് കേട്ടോ. നമുക്കറിയാവുന്ന ആൾക്കാരാണ്. വേണ്ട, ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എല്ലാവരെയും വിളിച്ച് കളിച്ച് ഹായ് ഒക്കെ പറയാൻ കേട്ടോ. പിന്നെ എല്ലാവർക്കും ഒരു ഹായ് യോയോ ഒക്കെ പറയാൻ കേട്ടോ ഇവിടെ. രണ്ട് കയ്യിൽ നാരങ്ങ എടുത്ത് നിങ്ങളെ കാണിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. നാരങ്ങ നാരങ്ങ എന്ന് പറയും. ഓർത്തുന്നതിന് മുന്നേ തന്നെ കുഞ്ഞുമണി ഒരു പപ്പടം തീർത്ത് കേട്ടോ. തീർത്തൊന്നും അല്ല, പുള്ളിക്കാരി പകുതി കഴിച്ച് പകുതി താഴെ പോയി കേട്ടോ. അപ്പോഴത്തേക്കും വിഭവസമൃദ്ധമായ ചൂടുള്ള ചോറ് നമ്മുടെ ഇലയിൽ വിളമ്പുകയാണ്. ചോറിന്റെ കൂടെ തന്നെ നമ്മുടെ പരിപ്പ് എത്തി കേട്ടോ. അപ്പൊ നമുക്ക് ചോറും പരിപ്പായിട്ട് കഴിച്ചിട്ട് അടുത്ത റൗണ്ടായിട്ട് നമ്മൾ കുറച്ച് ചോറും കുറച്ച് സാമ്പാറും കേട്ടോ. ഒരു സാമ്പാറിന് ശേഷം ചെയ്യേണ്ട അടപ്രഥമൻ പായസമാണ് കേട്ടോ. അടപ്പായസവും പിന്നെ അതിന്റെ കൂടെ തന്നെ പപ്പടം ഇട്ട് കുഴച്ചൊരു പിടി. അങ്ങനെ കുഞ്ഞുമണിയുടെ മുഖം കണ്ടോ നിങ്ങൾ? തന്നെ വാരി കഴിച്ചതിന്റെ അടയാളാണ് കേട്ടോ മുഖത്ത്. അങ്ങനെ കുറച്ച് ചോറ് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം അടുത്തതായിട്ട് കുറച്ച് ബോളിയും അപ്പൊ അടുത്ത പായസമായിട്ട് സേമിയും വന്നു കേട്ടോ. കുഞ്ഞുമണി തനിയെ വാരി കഴിക്കുകയാണ് കേട്ടോ. കുഞ്ഞുമണിയുടെ കൈയാണ് നിങ്ങൾ കാണുന്നത്. അതിനൊക്കെ ശേഷം ലാസ്റ്റ് റൗണ്ട് ആയിട്ടുള്ള പച്ചമോരും ചോറും. അങ്ങനെ ചോറൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴത്തേക്കും ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടായി ജോലി കഴിഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിളിക്കാൻ വേണ്ടി വന്നു. കുഞ്ഞുമണി വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാനും അനിയനും ചേട്ടായിട്ട് നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. വിഭവസമൃദ്ധമായ സദ്യ കഴിഞ്ഞ് ഇനി ഒരു ഉറക്കം. വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുമണി ഉറങ്ങിട്ടോ. ഇനി അടുത്തതായിട്ട് എനിക്ക് ഇറങ്ങാനുണ്ട്. അപ്പൊ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റാ ബൈ ബൈ, സീ യു ഉമ്മ.